السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ മർഹൂം സുൽബാൻ ഉസ്താദിൻ്റെ 24ാം ആണ്ട് നേർച്ച നടക്കുകയാണ്. ഇന്നലെ വലിയ വിഷമത്തിലായിരുന്നു, പ്രയാസത്തിലായിരുന്നു. പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ മഴ പെയ്ത് ഒരുപാട് മുഅ്മിനീങ്ങളുടെ ദുആകളും ഇന്ന് രാവിലെ മുതൽ ബുർദ മജ്ലിസിലും ജുമാന്റെ ശേഷമുള്ള ഖത്മുൽ ഖുർആൻ മജ്ലിസിലും അസ്ർ നിസ്കാരത്തിന് ശേഷമുള്ള ഉസ്താദിൻ്റെ മഖ്ബറ സിയാറത്തിലും ദുആ ചെയ്ത് അല്ലാഹു തആല വലിയ സന്തോഷം നൽകി. അല്ലാഹു മഹാനായ ഉസ്താദിൻ്റെ ദർജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഇന്ന് അസ്ർ നിസ്കാരത്തോടനുബന്ധിച്ച് വിവിധ മഹല്ലുകളിൽ നിന്ന് വന്ന സന്തൽ നിങ്ങളൊക്കെ കണ്ടിരിക്കും. 100 കണക്കിന് 160ഓളം കുട്ടികളുടെ ഭക്ഷണത്തിന് വേണ്ടി, ഒരു കൊല്ലത്തെ ഭക്ഷണത്തിന് വേണ്ടി വിവിധ മഹല്ലുകളിൽ നിന്ന് അരികളും പഞ്ചസാരകളും ക്യാഷുകളും ഈ സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട അനാഥകളും അഗതികളും മിസ്കീന്മാരും മുതഅല്ലിമീങ്ങളും ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കുട്ടികളും, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും മുഅ്മിനീങ്ങളെ. ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾ അല്ലാഹുമ്മ അൻസുർനാ വൻസുർ മൻ ആനനാ, അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കണം, വൻസുർ മൻ ആനനാ ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കണം, വൻസുർ മൻ ആന മഹദനാ ഈ സ്ഥാപനത്തിനെ സഹായിക്കുന്നവർ അവരെയും നീ സഹായിക്കണം. 100 കണക്കിന് കുട്ടികളുടെ ആമീനാണ്. ഉസ്താദുമാർ ദുആ ചെയ്യുമ്പോൾ 100 കണക്കിന് കുട്ടികൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനക്ക് ആമീൻ പറയുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിയാൽ നമ്മുടെ ഈ ദിവസങ്ങളോളം ഈ സാന്ത്വനവുമായി ബന്ധപ്പെട്ട് ദാറുൽ അശ്രിയിലുള്ള കുട്ടികളുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഓടി നടന്നതിന് മറ്റെന്താണ് ഇനി നമുക്ക് ലഭിക്കാനുള്ളത് മുഅ്മിനീങ്ങളെ? അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ വിഷയമല്ല. ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ ദുആ ചെയ്യുമ്പോൾ അതിന് ആമീൻ പറയുന്നത് ജിബ്രീലാണ്. 40 വ്യക്തികൾ ഒന്നിച്ചുകൂടി ദുആ ചെയ്താൽ അവിടെ ഉത്തരം ഉറപ്പാണ്. ആ നിലയിൽ 40 അല്ല, 400 അല്ല, ഇൻഷാ അല്ലാഹ് ഇനി 1 മണിക്കൂർ ഇവിടെ കഴിഞ്ഞാൽ 1000-ഉം 2000-ഉം 3000-ഉം അതിലെത്ര മുഅ്മിനീങ്ങളുണ്ട്, എത്ര ഔലിയാക്കന്മാരുണ്ട്. ഇതൊരു ചെറിയ വിഷയമല്ല. 2 ദിവസം മുമ്പ് ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ, സക്കാഫി ഉസ്താദ് ഒരു 100 കവർ എനിക്ക് തന്നിരുന്നു. ആ 100 കവറുകളും ഞാൻ പരിചയമുള്ള പല ആളുകളെയും ഏൽപ്പിച്ച് ആ ഓരോ കവറും ഒരു കുട്ടിയുടെ ഒരു നേരത്തെ ഭക്ഷണം 200 രൂപയാണെങ്കിൽ 100 കവറിലും 200 രൂപ വീതം സ്വരൂപിച്ച് 20,000 രൂപ ഞാൻ ആക്കി വെച്ചിരിക്കുകയാണ്. ആ ഉമ്മ പറയുന്നു, ഉസ്താദെ, മറ്റൊന്നും പ്രതീക്ഷിച്ചത് കൊണ്ടല്ല, മരണപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെയും എൻ്റെ പിതാവിൻ്റെയും ഖബർ ജീവിതം സന്തോഷത്തിലാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവേ, ആ ഉമ്മയുടെ ഭർത്താവിൻ്റെയും ഉപ്പയുടെയും ഖബർ നീ സ്വർഗമാക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ ഈ സദസ്സിൽ ഇപ്പോൾ ഇരിക്കുന്നവർ, ഇവിടുന്ന് അരികളും പഞ്ചസാരകളും ക്യാഷുകളും ഏൽപ്പിച്ച് പോയവർ ദിവസങ്ങളോളമായി ഇതിനു വേണ്ടി ഓടി നടക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ബോളന്തൂർ വെച്ചാണ്. അവിടെ ഒരേ ജമാഅത്തിൽ നിന്ന് തന്നെ 7ഓളം പിക്കപ്പുകൾ അതിൽ നിറച്ച് സാധനങ്ങളാണ് കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്നതിൽ അരികളുണ്ട്, തേങ്ങകളുണ്ട്, അടക്കകളുണ്ട്, പഞ്ചസാരകളുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മഹാനായ മർഹൂം സുൽബാൻ ഉസ്താദ്
ഇത് നിങ്ങളെ ഏൽപ്പിച്ച് അദ്ദേഹം യാത്ര പോയതാണ്. ഇന്ന് നമ്മുടെ മുമ്പിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന സുരുവേർ ഉസ്താദ് ഇത് കണ്ട് സന്തോഷിക്കുകയാണ്. നിങ്ങൾ ഒരു പക്ഷേ പല ആളുകളും ഉസ്താദിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളെ പ്രിയപ്പെട്ട ഉപ്പമാര് നിങ്ങളുടെ വീടുകളിൽ ഉസ്താദിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ വീടുകൾക്ക് കുറ്റിയടിക്കുമ്പോൾ ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ മകളുടെ നിക്കാഹ് കഴിച്ചത് ഉസ്താദാണ്. ആ ഉസ്താദ് ദുആ ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പലതും അല്ലാഹു തആല തന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉസ്താദിന്റെ അന്ത്യാഭിലാഷം നിങ്ങളുടെ മുമ്പിൽ തന്നെ മറവ് ചെയ്യണമെന്ന്. ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് പല ആളുകളും ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് നിങ്ങൾ എന്തിനാ ഈ കർണാടകയിൽ തുടങ്ങുന്നത്, കേരളത്തിൽ തുടങ്ങിക്കൂടെ? കേരളത്തിൽ വലിയ പൈസയുള്ള സ്ഥലമല്ലേ? അപ്പൊ ഉസ്താദ് പറഞ്ഞ്, കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, വളരെ തുച്ഛമായ സ്ഥാപനങ്ങളെ കർണാടകയിലുള്ളൂ, അപ്പോൾ ഇല്ലാത്ത സ്ഥലത്തല്ലേ സ്ഥാപനങ്ങൾ വേണ്ടത്. എന്നിട്ട് ഉസ്താദിന്റെ ആദ്യത്തെ പദ്ധതി തന്നെ അഗതി കുട്ടികളെ സംരക്ഷിക്കലാണ്. അഗതി കുട്ടികൾ ഈ സ്ഥാപനത്തിലുണ്ട്. ആ അഗതി കുട്ടികൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. ആ മാതാപിതാക്കൾ സ്വന്തം പിതാവ് ക്യാൻസർ രോഗം ബാധിച്ചു കിടക്കുന്നവരായിരിക്കും, സ്വന്തം ഉമ്മ വാദം പിടിച്ചു കിടക്കുന്നവരായിരിക്കും. മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ ആ കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള സംവിധാനങ്ങളില്ല. പഴയ കാലത്ത് കർണാടകയിൽ നിങ്ങൾക്കറിയാം, 9-10 വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾ, ഇത്തരത്തിലുള്ള കുട്ടികളെ ബാംഗ്ലൂരും ഗോവയിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഹോട്ടൽ ജോലി ചെയ്യിപ്പിച്ച് കുടുംബജീവിതം നോക്കിയിരുന്ന പല കുട്ടികളും പല നിലയിൽ തമ്മാടികളായി, മയക്കുമരുന്നിന് അടിമകളായി. അത്തരം കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ കഴിവില്ലാത്തതിന് വേണ്ടി ഇങ്ങനെ മാതാപിതാക്കൾ ചെയ്യുമ്പോൾ ഉസ്താദ് ചിന്തിച്ചത്, ആ കുട്ടികളെയൊക്കെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി അവർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം, അവർക്ക് ഫ്രീ ആയിട്ട് വസ്ത്രം, അവർക്ക് ഫ്രീ ആയിട്ട് മരുന്ന്. ഇന്നിവിടെ പഠിക്കുന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന പല കുട്ടികളും അഗതികളാണ്. ഒരൊറ്റൊരു ചില്ലിക്കാശും അവരോട് ഫീസ് വാങ്ങാതെ ഫ്രീ ആയിട്ടാണ് അവരെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, എന്തിനാണ് അശ്വരിയിൽ പൈസ? എന്താണ് ഈ അശ്വരി ചെയ്യുന്നത്? ഇവിടെ ബോർഡിംഗ് സംവിധാനമില്ല, ഒരൊറ്റൊരു രൂപ ഫീസ് വാങ്ങാതെ. റമദാനിൽ നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഇഫ്താർ മജ്‌ലിസ്, നിങ്ങളൊക്കെ വന്ന് നോക്കണം. ഇവിടെ വെറുതെ പറയൽ മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇഫ്താറിന് ഇവിടെ വന്ന് നോക്കണം. എന്താണ് ഇവിടുത്തെ ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കുന്നത്? അവരുടെ വീടുകളിൽ, നിങ്ങളെ വീടുകളിൽ പോലും അങ്ങനെ ഭക്ഷണം കിട്ടൂല. കൃത്യം 5 മണിക്ക് എല്ലാ കുട്ടികളെയും പള്ളിയിൽ കൊണ്ടുപോയി റമദാനിൽ അവിടെ നിന്ന് തഹ്ലീലും സ്വലാത്തും ഇസ്തിഗ്ഫാറുകളും ചൊല്ലിയിട്ട് യാസീൻ ഓതിയിട്ട് അന്ന് നോമ്പ് തുറ ഏറ്റെടുത്ത ആളുകളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും അവർ പറഞ്ഞ മുറാദിന് വേണ്ടിയിട്ടും ദുആ ചെയ്യുന്ന ഒരു മജ്‌ലിസ് 30 ദിവസവും ഇവിടെ നടക്കുകയാണ്. ആ നടക്കാൻ തുടങ്ങിയിട്ട് 10 കൊല്ലമായി. ഇതൊക്കെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ വേണം. നമ്മൾ ഏതെല്ലാം നിലയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നു, ഏതെല്ലാം തരത്തിലുള്ള ഡ്രസ്സുകൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കുന്നു. ആ സമയത്ത് പാവപ്പെട്ട അനാഥകളും അഗതികളും മിസ്കീന്മാരും മുതഅല്ലിമീങ്ങളും അതുപോലെ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കുട്ടികളും ശൈഖുന ഉസ്താദിന്റെ പരിസരത്ത് ഈ കമ്പൗണ്ടിൽ വളരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. അല്ലാഹു തആല നിങ്ങൾക്കൊക്കെ വലിയ ബറക്കത്ത് നൽകുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ, ഇപ്പോൾ ഒരു ബസ് വന്നത് കേരളത്തിൽ നിന്നാണ്, ബാസാജി ഹാദിയ ഗ്രൂപ്പിൽ നിന്ന്. അങ്ങനെ കർണാടകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും, ഉസ്താദിന്റെ നാടായ ഉച്ചിരമ്പാടിയിൽ നിന്നും, നീലേശ്വരത്തു നിന്നും, അങ്ങനെ ഇന്ന് കേരളത്തിലേക്ക് കൂടി ഇത് പടർന്ന് പന്തലിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ ഇത് ഇന്ത്യയുടെ അധിക സംസ്ഥാനങ്ങളിലും വ്യാപിക്കും. അള്ളാഹു അതിനുള്ള വഴികൾ എളുപ്പമാക്കി തരുമാറാകട്ടെ. ഉസ്താദിന്റെ ഭാര്യ, എൻ്റെ ഉമ്മ ഇവിടെ ഉണ്ട്. അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.